ആഗോള വിപണിയിൽ ഇന്ത്യൻ മഞ്ഞൾ കടുത്ത മത്സരം നേരിടുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ നിലവാരമുള്ള മഞ്ഞൾ വിപണിയിലെത്താൻ മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് ഇന്ത്യക്ക് തിരിച്ചടിയായി. ആഗോള മഞ്ഞൾ വിപണിയിൽ ഏകദേശം 70% വിഹിതവുമായി ആധിപത്യം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ അടുത്തിടെ വലിയ മത്സരമാണ് ആഗോള മഞ്ഞൾ വിപണി നേരിടുന്നത്. വിയറ്റ്നാം, മ്യാൻമർ, നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ വിപണി വിഹിതം പിടിച്ചെടുക്കുന്നതിനായി അവരുടെ തോട്ടങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് ദേശീയ മഞ്ഞൾ ബോർഡ് സെക്രട്ടറി എൻ ഭവാനി ശ്രീ പറഞ്ഞു. ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് മഞ്ഞളിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കുർക്കുമിൻ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഈർപ്പം 10% താഴെയാക്കാമെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു. ഹൈദരാബാദിൽ നടന്ന ഈ വർഷത്തെ ആദ്യ ടർമറിക് വാല്യൂ ചെയിൻ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ. മുൻനിര കയറ്റുമതിക്കാർ നൽകാൻ കഴിയുന്നത്ര കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രത്യേകമായി നല്ല കാർഷിക രീതികൾ ഉപയോഗിച്ച് വളർത്തിയ ഗുണനിലവാരമുള്ള മഞ്ഞളാണ് ആഗോള വിപണി ആവശ്യപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ ജൈവമായിരിക്കണമെന്നില്ലെങ്കിലും ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംയോജിത കീടനിയന്ത്രണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകും.